ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിപ്പാനും കർത്താവിൻ്റെ ആലോചന തിരുവെഴുത്തിലൂടെ പ്രാപിച്ച് നമുക്കൊന്നിച്ച് ചിന്തിപ്പാനും ഒരവസരം കൂടി ദൈവമായ കർത്താവ് തരുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. വചന കേൾവിക്ക് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം പറയുന്ന കൂടെ കർത്താവിന്, എൻ്റെ രക്ഷിതാവിന്, വചനത്താലും ആത്മാവിനാലും ദൈവകൃപയാലും ഇന്നയോളം നിർത്തിയ മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും സ്തുതിയും കരയറ്റിക്കൊണ്ട് ഇന്ന് കർത്താവ് പറഞ്ഞൊരു വേദഭാഗം നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43, 44, 45 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. താൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ എത്രയോ സത്യങ്ങൾ ലോകത്തിലൊരു ജ്ഞാനിയും പറയാത്തത്, ലോകത്തിലൊരു ശാസ്ത്രജ്ഞനും പറയാത്തത്, എന്നാൽ മനുഷ്യന് ഏറ്റവും അനിവാര്യവും അറിഞ്ഞിരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായിരിക്കുന്ന എത്രയോ സത്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്ന മഹാദൈവം മനുഷ്യനോടുകൂടെ പാർത്ത സമയത്ത് മനുഷ്യനുമായി സമ്പർക്കം പുലർത്തി സംസാരിച്ച നാളുകളിൽ ലോകത്തിൽ മറ്റെങ്ങും കേൾക്കാത്തത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ വന്ന് പറഞ്ഞു. സത്യമായും സുവിശേഷ ഭാഗങ്ങൾ വായിച്ച് യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മെ ബാധിക്കുന്നതാണെന്ന് ജാതി മതഭേദ വ്യത്യാസമെന്നെ സകല മനുഷ്യർക്കും പ്രയോജനമുള്ളതാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് സുവിശേഷ ഭാഗങ്ങൾ വായിച്ച് ഗ്രഹിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനിടയായിത്തീരും. കർത്താവ് പിശാചിനെക്കുറിച്ച്, പിശാചിൻ്റെ ആത്മാക്കൾ അല്ലെങ്കിൽ സേവകാത്മാക്കളായി പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെക്കുറിച്ച്, ഭൂതങ്ങളെക്കുറിച്ച്, പ്രേതങ്ങളെക്കുറിച്ച് ഇങ്ങനെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ തിരുവെഴുത്തിൽ പറഞ്ഞത് ചിന്തനീയമാണ്. ഇതൊരു ബാലരമ കഥ പോലെ ആളുകളുടെ ഹൃദയത്തിനകത്ത് പേടി ഉളവാക്കാൻ ഉതകുന്ന കുറേ ചിന്തകളല്ല. കർത്താവ് സത്യമേ പറയത്തുള്ളൂ. ദുരാത്മാക്കളുണ്ട്, അശുദ്ധാത്മാക്കളുണ്ട്, രോഗാത്മാക്കളുണ്ട്. ഇങ്ങനെ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി മനുഷ്യനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. കർത്താവാണ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ലോകത്തോട് ഏറ്റവും സ്പഷ്ടമായി പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന കാര്യമാണ്. പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം, ഇപ്പം മനുഷ്യനിൽ വസിക്കുന്ന അശുദ്ധാത്മാവ്, മനുഷ്യനിൽ വസിക്കുന്ന, മനുഷ്യ ശരീരങ്ങളിൽ ദുഷ്ടാത്മാക്കൾ വസിക്കുന്നു. ആളുകളുടെ ചിന്തയ്ക്കകത്ത് കുറേ ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊക്കെ വളർന്നു വന്ന പ്രായത്തിൽ കള്ളിപ്പാലയിലും കൊടപ്പനയിലുമെല്ലാം ഭൂതവും പിശാചും എല്ലാം വസിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷെ തിരുവെഴുത്ത് പഠിച്ചപ്പോഴാണ് മരത്തിലും തടിയിലും ഒന്നുമല്ല, മനുഷ്യ ശരീരങ്ങളെയാണ് പാർപ്പിന് സ്ഥലമാക്കി മാറ്റുന്നത്. അശുദ്ധാത്മാക്കൾ മനുഷ്യ ശരീരങ്ങളിൽ വസിക്കുന്നു. എന്തുകൊണ്ടോ അത് പുറപ്പെട്ടു പോയി. ചിലപ്പോൾ ആത്മീയത്തിലോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അശുദ്ധാത്മാക്കൾക്ക് ശരീരത്തിലിരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നേക്കാം. ഇവിടെ എന്തുകൊണ്ടാണെന്ന് എഴുതിയിട്ടില്ല. ആത്മീകമായ ചില കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ദുഷ്ടാത്മാക്കൾക്ക് ഇരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരുമെന്നുള്ളത് സത്യമാണ്. അത് മറ്റു ചില വാക്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. എന്നിട്ട് ഈ വിട്ടുപോയ ദുരാത്മാക്കൾ, അശുദ്ധാത്മാവ് തണുപ്പുള്ള സ്ഥലം തപ്പി നടക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം അശുദ്ധാത്മാക്കൾക്ക് തണുപ്പാണ് ഇഷ്ടം. ഇവിടെ തണുപ്പ് എന്നുള്ള വാക്ക് യൂറോപ്പിലെ മഞ്ഞ് രാജ്യത്തൊക്കെ കാണുന്ന തണുപ്പ് പോലെ, കാനഡ പോലത്തെ പ്രത്യേക സ്ഥലങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഉള്ള ഭൂതങ്ങളെല്ലാം അങ്ങനെയുള്ള മഞ്ഞുറഞ്ഞു കിടക്കുന്ന തണുപ്പ് രാജ്യത്തേക്ക് പോകേണ്ടതല്ലേ? അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ആത്മീകമാണ് വിഷയം. ചൂട്, തണുപ്പ് എന്നൊക്കെ പറയുന്ന വാക്ക് ആത്മീകവൽക്കരിക്കുമ്പോൾ
ആത്മാവിൻ്റെ തീയും ആത്മാവിൻ്റെ ചൂടുമൊക്കെ അകത്തുള്ളവൻ്റെ അകത്ത് അശുദ്ധാത്മാക്കൾക്ക് ഇരിക്കാൻ പറ്റില്ല. പ്രാർത്ഥനയില്ല, യോഗമില്ല, വേദപുസ്തക വായനയില്ല, ദൈവമില്ല, ദേവനുമില്ല, ഈശ്വരചിന്തയില്ല, ഒന്നുമില്ലാതെ കുടിയും തീറ്റയും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആത്മീക ഭാഷ അവൻ തണുത്ത് കിടക്കുക. അങ്ങനെയുള്ള സ്ഥലമാണ് വാസ്തവത്തിൽ പിശാചിനിഷ്ടം. നിങ്ങളുടെ ഉള്ളം തണുത്ത് മരവിച്ച് കിടക്കുവാണോ, അതെയോ നിങ്ങൾ പ്രാർത്ഥിച്ച് തീ പിടിപ്പിച്ച് ആത്മീക തീക്കനലുകൾ അകത്തു വീണ് അങ്ങനെ ചൂടും തീയും അകത്തുണ്ടെങ്കിൽ ദുഷ്ടാത്മാക്കൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കാൻ കഴിയില്ല. അങ്ങനെ ഈ അശുദ്ധാത്മാവ് തണുപ്പുള്ള സ്ഥലം തപ്പി നടന്നിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നതാണ് യേശു പറഞ്ഞ ഈ പരമാർത്ഥതയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാസ്റ്റ് അശുദ്ധാത്മാവ് തീരുമാനിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ, ആ പദം കണ്ടോ, എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യ ശരീരത്തെ ദുർഭൂതത്തിൻ്റെയും ദുരാത്മാവിൻ്റെയും വീടായിട്ടാണ് ഈ ദുരാത്മാവ് കാണുന്നത്. ഇവിടെയാണ് നിങ്ങളോട് പറയാനുള്ള ചിന്ത ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ശരീരം ആരുടെ വീടാണ്? കാര്യമൊക്കെ ശരിയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്നത് ഭയങ്കരമായിരിക്കുന്ന ചിന്തകളാണ്. ഈ ശരീരത്തിൻ്റെ ഉദ്ദേശം, ഈ ശരീരത്തിൻ്റെ അനിവാര്യത, ഈ ശരീരത്തിൻ്റെ നാളകൾ, ഭാവി, ഇതെല്ലാം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ ശരീരം എന്താണ്? നമ്മുടെ ശരീരം എന്തായിരിക്കണം? ഇതെല്ലാം തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. 1-2 വാക്യം കൂടി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അശുദ്ധാത്മാക്കൾ പറയുന്നു, ചില ആത്മാക്കൾ ക്ലെയിം ചെയ്യുന്നു, ശരീരം, മനുഷ്യൻ്റെ ശരീരം എൻ്റെ വീടാണെന്ന്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. അവിടെ ചെന്നപ്പോൾ അടിച്ചു തൂത്തുവാരിയിട്ടിരിക്കുന്നു, അതിനകത്ത് ആരെയും കാണുന്നില്ല. അപ്പോൾ അശുദ്ധാത്മാക്കൾ വേറെ അതിനേക്കാൾ ക്രൂരതയേറിയ 7 ആത്മാക്കളെ കൊണ്ട് വരുന്നു, അവിടെ കയറി താമസിക്കുന്നു. ആ മനുഷ്യൻ്റെ സ്ഥിതി വല്ലാത്ത വഷളാകുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് ആ സംഭവം അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇതൊരു പ്രസംഗമല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യവും പറയാതെ പറയേണ്ടത് മാത്രം പറയാം. അശുദ്ധാത്മാവ് പറയുന്നു, ആ മനുഷ്യൻ്റെ ശരീരം എൻ്റെ വീടാണെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ വീടെന്നും പറഞ്ഞ് വന്ന് കയറാൻ, ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറണമെങ്കിൽ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. എൻ്റെ വീട്, ബെല്ല് പോലും അടിക്കണ്ട. എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വന്ന് കയറാം. എൻ്റെ വീട്ടിൽ ഏതിൽ കൂടെ കയറി ഇറങ്ങി നടക്കാം. എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ എനിക്ക് ആണി അടിക്കാം. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തും ചെയ്യാം, ഇല്ലേ? അശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ വീട്. നിങ്ങളുടെ ഓരോ ശരീരങ്ങളെയും ഇത് കളിയായിട്ടെടുക്കരുത്. അശുദ്ധാത്മാവിൻ്റെ വീടായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അകത്ത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആത്മീകത്തിൻ്റെ ചൂടും തീയൊന്നും ഇല്ലെങ്കിൽ, തീക്കനലുകൾ കെട്ടുകിടക്കുന്നൊരു ശരീരമാണെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, അത് ദുഷ്ടാത്മാക്കൾ വീടായിട്ടങ്ങെടുക്കും. രോഗവും ആയുസ്സിനെ വരെ ബാധിക്കും. മാനസിക പ്രയാസങ്ങളും ക്ഷീണങ്ങളും എല്ലാമായി. ഈ സത്യം ബൈബിളല്ലാതെ വേറെ ആരും പറയില്ല. ഒരുപക്ഷെ അതിബുദ്ധിമാന്മാർക്കിത് ഗ്രഹിക്കുവാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമല്ലോ. ആദ്യമായിട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിക്കണം. 6-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന്. 2 ചിന്ത ബൈബിൾ തരുന്നു. ഒന്നുകിൽ അശുദ്ധാത്മാവിൻ്റെ വീട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ഇത് നിങ്ങൾ കൺഫേം ചെയ്യണം കേട്ടോ. ഈ 2 ആയിരിക്കും ഏത് മനുഷ്യൻ്റെയും ശരീരം. ഒന്നുകിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം, അല്ലെങ്കിൽ അശുദ്ധാത്മാവിൻ്റെ വീട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചുമ്മാ കണ്ണടിച്ച് തള്ളരുത്. രോഗം കയറി നശിക്കും. നിങ്ങൾ സാത്താന് പാർക്കാൻ നിങ്ങളുടെ ശരീരം വീടായി കൊടുത്തിരിക്കുന്നെങ്കിൽ, എലി കരണ്ട് തിന്നുന്നത് പോലെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കി, മാനസിക തകർച്ചയുണ്ടാക്കി, ആയുസിൻ്റെ പകുതിക്ക് വെച്ച് തീർന്നു കിട്ടും.
അതിന് പകരം ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കണം. അതേ അധ്യായം അഥവാ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ശരീരമോ കർത്താവിനത്രേ, ശരീരം കർത്താവിനുള്ളതാണെന്ന്. 6:13. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് മാത്രമല്ല, അവൻ്റെ സ്വോത്രകാഴ്ച മാത്രമല്ല, അവൻ്റെ ശരീരം കർത്താവിനുള്ളതാണ്. നമ്മളെന്താ വിചാരിച്ചു? 100 രൂപ കർത്താവിൻ്റെ പേരിൽ കൊടുത്താൽ ആ 100 രൂപ മതിയെന്ന്, 4 സ്വോത്രം പറഞ്ഞാൽ മതി. അല്ല, ശരീരം ദൈവത്തിന് കൊടുക്കണമെന്ന്. കർത്താവിൻ്റേതാണ് ശരീരം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ് ശരീരം. അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കാം, ഇന്ന് നാം ചിന്തിക്കേണ്ടത് എൻ്റെ ശരീരത്തിൻ്റെ അവകാശി ആരാണ് എന്ന് പറയുമ്പോൾ ഇനിയും വാക്യങ്ങളുണ്ട്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ തിരുവെഴുത്തിൽ ഈ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അവകാശം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അവകാശം. ഇപ്പോൾ ഇതിന് അവകാശം പറയാൻ പലരുമുണ്ട്. അതൊക്കെ ഇതിൻ്റെ വേറെ സൈഡ്. പക്ഷെ ഇപ്പം നമ്മൾ ഒരു സൈഡേ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ ശരീരം സാത്താൻ്റെ വീടാണോ, അതാ ദുരാത്മാവിൻ്റെ വീടാണോ, ദൈവാത്മാവിൻ്റെ മന്ദിരമാണോ? നമ്മുടെ ശരീരം പിശാചിനുള്ളതാണോ, കർത്താവിനുള്ളതാണോ? ഇന്ന് മുട്ടയിരുന്ന് സമർപ്പിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരം ഞാൻ അങ്ങേക്ക് തരിക. ആത്മാവാം വഴികാട്ടിയെ അങ്ങയുടെ മന്ദിരമാക്കുക. എൻ്റെ ശരീരം ഒരിക്കലും ദുരാത്മാക്കളുടെയും രോഗാത്മാക്കളുടെയും വീടാകരുത്. പിശാചിന് വിട്ടുകൊടുക്കരുത്. ഭാർഗവി നിലയം എന്ന് പറഞ്ഞതുപോലെ ഉള്ള ദുരാത്മാക്കളും ദുർചിന്തകളും അസൂയയും പിണക്കവും ജഡത്തിൻ്റെ ചിന്തകളും ഇതെല്ലാം കൂടി അകത്ത് ചലന്തി വല കെട്ടി വസിച്ച് അതിനകത്ത് സാത്താൻ സിംഹാസനം ഇട്ടിരുന്നിട്ട് ഉള്ള കാശ് മുഴുവൻ ആസ്പത്രി കൊടുത്ത് വെറുതെ പണം തീർക്കരുത്. തീരുമാനിക്ക്. ഭയങ്കര രോഗസൗഖ്യം ഉണ്ടാകും. അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോവും. ദൈവമന്ദിരമായി മാറും. സത്യമാണിത്. വേദപുസ്തകമാണ് ഈ പറയുന്നത്. യേശുവാണ് പറഞ്ഞത്. നിങ്ങൾ ഇരുത്തി ചിന്തിക്ക്, പ്രാർത്ഥിക്ക്, ശരീരങ്ങളെ ദൈവത്തിന് ഏൽപ്പിക്ക്. വെറുതെ കാശ് ആസ്പത്രി കൊടുക്കേണ്ടവരില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ വചനത്തിനകത്ത് ഞങ്ങളുടെ തലമുടി മുതൽ ആന്തരിക ബാഹ്യ അവയവങ്ങളെക്കുറിച്ച് പോലും ഞങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പോലും വിചാരമുള്ളൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം എന്ന് പറഞ്ഞിട്ടില്ലേ? നിൻ്റെ തലമുടി പോലും താഴെ പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. അത്രയ്ക്ക് ഞങ്ങളുടെ ശരീരത്തോടും അവയവങ്ങളോടും ഉത്തരവാദിത്തമുള്ളൊരു ദൈവം ഞങ്ങൾക്കുള്ളപ്പോൾ ഞങ്ങളുടെ ശരീരം അശുദ്ധാത്മാക്കൾക്ക് പാർക്കാൻ വീടായി ഏൽപ്പിക്കാൻ ആർക്കും ഇടയാകരുത്. ഞങ്ങളെ കാക്കണേ, കരുതണേ, സൂക്ഷിക്കണേ അപ്പാ. ദൈവാത്മാവിൻ്റെ മന്ദിരമായി തന്നെ എന്നുമായിരിക്കട്ടെ. ഇതിനകത്ത് ആത്മാവ് വസിക്കുകയും ദുർചിന്തകളും ദുഷ്ടപരിപാടികളും ഇതിനകത്ത് ദുർമോഹങ്ങളുമായിരിക്കുന്നെങ്കിൽ അതൊരു ലോജിക്കല്ലെന്ന് ഞങ്ങൾക്കറിയാം. അശുദ്ധാത്മാക്കൾക്ക് മാത്രമേ ദുഷ്ടചിന്തകൾ മെനയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഞങ്ങളുടെ അകത്തിരുന്നു കൊണ്ട് ശത്രുത്വം വെച്ച് പുലർത്താനും അശുദ്ധമായ പ്രവൃത്തികൾ നടത്താനും സമ്മതിക്കില്ലല്ലോ. എൻ്റെ ശരീരം, ഞങ്ങളുടെ ശരീരം അങ്ങേക്കുള്ളതാകട്ടെ, അങ്ങയുടെ മന്ദിരമാകട്ടെ. ഒരിക്കൽ പോലും ദുരാത്മാക്കളുടെ വീടാകാൻ ഞങ്ങളുടെ ശരീരത്തെ അനുവദിക്കരുത്. സ്ഥിതി വഷളാകാൻ സമ്മതിക്കരുത്. ഇന്നിവിടെ വെച്ചേൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.